ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വേറൊരു ഫ്രണ്ടുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ചെല്ലുന്ന കാര്യം അവൾക്കറിയില്ല. നമ്മൾ സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് എനിക്കറിയോ? ഞാൻ ഒറ്റയ്ക്കൊരു KSRTC ബസ് ഫുള്ള് ബുക്ക് ചെയ്തിട്ട് അതിലാണ് പോകുന്നത്. എനിക്ക് ഇഷ്ടമുള്ള സീറ്റിൽ ഓടി നടന്ന് ഇരുന്ന് പോകാം. ഞാൻ ബോറടിച്ചപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ടു, കാറ്റൊക്കെ കൊണ്ടു. അപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ ഗായ്സ്, നമ്മൾ പാത്തുവിനെ കാണാനായിട്ട് കൊട്ടാരക്കരയിലോട്ടാണ് പോകുന്നത്. ഞാൻ കൊട്ടാരക്കര ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ ചടയമംഗലത്തു നിന്നും വരുന്ന ഹിസാനായ കാത്ത് അവിടെ ഒരു 1.5 മണിക്കൂർ ഇരുന്നു. നമ്മൾ എവിടെ പോവുകയാണ്? നമ്മൾ പാത്തുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാൻ കൊട്ടാരക്കര ബസ് ഇറങ്ങിയപ്പോൾ തന്നെ അവൾക്ക് ഇൻഫോർമേഷൻ കിട്ടി ഞാൻ അവിടെ എത്തിയെന്ന്. അപ്പം ഞാൻ പിന്നെ ഞാനല്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ വീട്ടിലാണെന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഞാൻ കുറേ ഫോട്ടോസൊക്കെ അയച്ച് വിശ്വസിപ്പിച്ചു. ഇത് നമ്മുടെ ഫ്രണ്ട് ഹിസാനാണ്. ഇവളെ കാത്ത് ഞാനൊരു 1.5 മണിക്കൂർ കൊട്ടാരക്കര ഇരുന്നായിരുന്നു. അപ്പാപ്പനൊക്കെ നോയിക്കൊണ്ട് പോന്നു. ബ്ലോഗിൽ വരും, ഞാൻ ആഡ് ചെയ്യും അപ്പാപ്പനെ. നമ്മൾ ചിലപ്പോൾ അവളുടെ റിയാക്ഷൻ വീഡിയോ റീടേക്ക് എടുക്കേണ്ടി വരും. അവൾ മേക്കപ്പ് എല്ലാം നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് വീട്ടിൽ ഇരിക്കുമ്പം വ്ളോഗ് ഇടാൻ ചിലപ്പോൾ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമതും അഭിനയിച്ച് റിയാക്ഷൻ വീഡിയോ, സർപ്രൈസ് വീഡിയോ എടുക്കുന്നതായിരിക്കും. പാത്തുവിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് എത്തി. ഞാൻ ഈ ഫ്രണ്ട് ക്യാമറയിൽ അവളുടെ റിയാക്ഷൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടാ ഞാൻ വരുമെന്ന് അറിഞ്ഞോണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതോ പൗഡറൊക്കെ. നമ്മൾ നേരത്തെ ബിരിയാണി കഴിച്ചായിരുന്നു, അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കൂടെയുള്ള വെച്ച് പറഞ്ഞു ക്യാമറ കണ്ടാ ഫുഡ് ഇറങ്ങത്തില്ലെന്ന്, അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. ഇവരെല്ലാരും എന്നെ നിർബന്ധിക്കുന്നു അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ. അതെ ഗൈസ്, വലിഞ്ഞു കയറി വീഡിയോയിൽ വരുന്നതിന്റെ വിഷമം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ കൈ വെച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളെ വീഡിയോയിൽ വരും സിനിമയെ പിടിക്കും എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മേക്കപ്പ് ചെയ്യുവാണ്. ഇവരെല്ലാരും ഒരു യൂട്യൂബർ അവരുടെ വീട്ടിൽ വന്നതിന്റെ സന്തോഷം ഇതുവരെ മാറിയിട്ടില്ല. ഗൈസ്, ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായ വലിയ രീതിയിൽ ഒരുക്കം നടക്കുവാണ്. എന്തിനാണെന്ന് അവരെ ഒരുങ്ങിയതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. നമുക്ക് സർജറി കഴിഞ്ഞ് കിടക്കുന്ന കുഞ്ഞിനെ പറ്റി ഇല്ലാത്തത് പറയുവാണ് ഗൈസ്. അപ്പൊ ഇവരെല്ലാം സബ്സ്ക്രൈബേഴ്സ് 80 പേര് കാല് പിടിച്ചുണ്ടാക്കിയതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയും. ഞാൻ എഡിറ്റർ ഞാനാണെന്ന് ഓർക്കണം. വീഡിയോ വരാനുള്ളയാ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട് എന്റെ വീഡിയോയിൽ വരാൻ ഇവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ ഗൈസ്? അപ്പൊ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക ഇവരെ കാണാനായിട്ട്. ഞാനും ഹിസാനും വീഡിയോയിൽ തന്നെ ഇപ്പൊ 100 ഹലോ ഗൈസ് ആയി. നമ്മളൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. റിയൽമി ഫാസ്റ്റ് സ്റ്റിൽ മേക്കപ്പ് ചെയ്യുവാണ്. ഗെറ്റ് റെഡി വിത്ത് മീ സെപ്പറേറ്റ് എടുക്കുവാണെന്നാണ് തോന്നുന്നത്. എന്റെ ചാനലിലും പറയുന്നത്. അസ്സലാമലൈക്കും ഗൈസ്, ഇവള് എന്നെ കാണാൻ വരുവാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് 1000 ബക്സ് വാങ്ങിച്ചിട്ട് 100 രൂപയ്ക്ക് സാധനം മേടിച്ച് 900 രൂപ ഇസ്കിയിരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും. 100 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. ഗൈസ്, ഇവള് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു മിഠായി പോലും കൊണ്ടു തന്നിട്ടില്ല ഗൈസ്. ഞാൻ ഇവക്കൊരു വലിയ ബാർ ഡയറി മിൽക്ക് കൊണ്ട് കൊടുത്തു ഗൈസ്. അത് ഓർമ്മിപ്പിക്കല്ലോ, ഉസൂത്ത അറിയാതിരിക്കാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കും. എന്നെ പറ്റിച്ചു. എന്റെ ഉസൂത്ത ചടയമംഗലത്ത് നിന്ന് വന്നിട്ട് ഇവക്ക് ഒരു പല്ലിമുട്ടായി പോലും ഇവള് മേടിച്ചു കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എന്നെ പോകുന്ന വഴിക്ക് ഇവർക്ക് ഇവിടെ കയറി ജ്യൂസ് കുടിക്കാനാണെന്ന്. അത് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സീനാവും ഗൈസ്. മഴയുടെ വീട്ടിൽ റംബൂട്ടാൻ മരം നിപ്പുണ്ട്. 4 വർഷം കോളേജിൽ പഠിച്ചിട്ട് ഒരു റംബൂട്ടാന്റെ കുരു പോലും ഇവള് കൊണ്ട് തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഗൈസ്, ഇതൊക്കെ സീക്രട്ട് ആണ്. ഇതൊക്കെ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് പോവത്തില്ല. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ പറയാതെ വെച്ചിരിക്കുന്നത്. ഗൈസ്, ഇതാണ് എന്റെ ചേച്ചിയാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ഇളയത് ഞാനാ. അതെ. പിന്നെ ഈ എസ്കൂട് പറഞ്ഞ് എപ്പോഴും ഗൈസ് ഗൈസ് എന്ന് പറയണം, എന്നാലേ വീഡിയോക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ് ഗൈസ് എന്ന് പറയുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ ആർട്ടിഫിഷ്യൽ ടോക്സ് ഒന്നും ഇഷ്ടമല്ല.
പക്ഷെ ഈ കുട്ടിയാണ് ഞങ്ങളെ കൊണ്ട് അവളുടെ 100 സബ്സ്ക്രൈബേഴ്സ് കാണാൻ വേണ്ടിയാണ് ഗൈസ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. പേത്തൂടെ കുറച്ച് ട്യൂഷൻ സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ID കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വീട്ടിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. ഹലോ അബ്രാം, എന്തൊക്കെയുണ്ട് യൂട്യൂബ് ചാനലിൽ എല്ലാം കിട്ടുന്നുണ്ടോ? എല്ലാരും വീട്ടിൽ പോയിട്ട് മറക്കാതെ ഫോളോ ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണുമേ. ഇതാരുടെ ബുക്കാ? നമ്മളിതാ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ് ഓടിച്ചു വിട്ടിട്ടും പോകുന്നില്ല ഗൈസ്. പോന്നോണ്ട് വിഷമമുണ്ടോ? സന്തോഷമേ ഉള്ളൂ, ഒന്ന് പോയി തരൂ. ഇനി നമ്മൾ 3 പേര് നീ കാണണമെങ്കിൽ കൊതിക്കും പേത്തു. അതാ ഇനി നമ്മൾ ഈ 2 ബെസ്റ്റീസിൽ ഒരു ബെസ്റ്റിയുടെ കല്യാണം ഉണ്ട്. അന്ന് നമ്മൾ കാണാം. നിങ്ങൾ ആരുടെ കല്യാണമാണെന്ന് കമന്റ് ചെയ്യുക. എന്റെ കല്യാണമായിരിക്കും ചിലപ്പോ. ഇതൊന്നും ഞാൻ കട്ട് ചെയ്തില്ല, ഇതൊക്കെ ഞാൻ ഇടൂ. 3 പേരിൽ ഒരാളുടെ കല്യാണമാണ്. 3 പേരിൽ ഒരാളുടെ തംബ്നെയിൽ അതിടണം. ഇതിൽ ആരുടെ കല്യാണം? അതാ ഇനി ഈ വ്ളോഗുകളിൽ ഞാനും ഈ കുട്ടിയും കാണില്ല, ഞാൻ മാത്രം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ടാറ്റ. അങ്ങനാണ് ടാറ്റ പറയേണ്ടത്. ഇങ്ങനെ ടാറ്റ. ഹലോ ഗൈസ്, ഞാൻ ആക്ച്വലി വീഡിയോ എൻഡിങ് ഒക്കെ പറഞ്ഞ് നിർത്തിയതായിരുന്നു. പക്ഷേ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ ഒന്ന് അവെയർ ചെയ്യിക്കാൻ വേണ്ടിയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ഏതാണെന്നുള്ള കാര്യത്തിൽ അതിൻ്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. മറന്നു പോയാൽ എന്നെ കണക്ക് കല്ലുംതാഴെ ഇറങ്ങുന്നതിന് പകരം 2-ാം കുറ്റിയിൽ വന്ന് ഇറങ്ങും. ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇറങ്ങേണ്ട സ്റ്റോപ്പും മറന്നുപോയി. അപ്പം ഞാൻ ഇനി അടുത്ത ബസ് കയറി വേണം അടുത്തടുത്ത് പോകാൻ. അപ്പം എന്നെ കണക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.